രണ്ട് ഉമ്മമാർ. ഒന്നാമത്തെ ഉമ്മയെ ഞാൻ പരിചയപ്പെടുന്നത് കൊറോണക്ക് മുമ്പാണ്. 2019-20 അപ്പോഴാണ് ഒന്നാമത്തെ ഉമ്മയെ ഞാൻ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ ഉമ്മയെ പരിചയപ്പെടുന്നത് 2021 അപ്പോഴാണ് രണ്ടാമത്തെ ഉമ്മയെ പരിചയപ്പെടുന്നത്. ഈ രണ്ട് ഉമ്മമാരുടെ ഒരു ചെറിയ അനുഭവം പങ്കുവെച്ച് നമുക്ക് പാരന്റിങ്ങിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഉമ്മ, ഞാൻ ഉമ്മനെ കാണുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്. ആ ഉമ്മ മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചത് 2000 ആ പെണ്ണ് മൂന്നാമത്തെ ഗർഭം ധരിച്ചു. ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. മൂന്നാമത്തെ ഗർഭം ധരിച്ച് ഗർഭിണിയായി മുന്നോട്ട് പോകുന്നു. ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, പോട്ട്. 5ാമത്തെ മാസം സ്കാൻ ചെയ്ത ഡോക്ടർ ഈ പെണ്ണിനോടും ഭർത്താവിനോടും പറഞ്ഞു, കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങൾ അബോർട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രസവിച്ചാൽ ഈ കുട്ടി മരിച്ചു പോകും, ജീവിച്ചിരിക്കില്ല. ഇതാണ് 5ാം മാസം ഡോക്ടർ കൊടുത്ത അഡ്വൈസ്. ഈ പെണ്ണ് രണ്ടാമത്തെ ഒരു ഡോക്ടറെ പോയി കണ്ടു, സെക്കൻഡ് അഡ്വൈസ്. ആ ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ നോക്കി, സ്കാനിങ് റിപ്പോർട്ട് നോക്കി, വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്ത് ആ പെണ്ണിനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരി, ഈ കുട്ടി ജീവിച്ചിരിക്കില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, 5 മാസം ഇനിയും നിങ്ങൾ ചുമക്കണ്ട, ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറച്ച് ദീനുള്ള ആ ഉമ്മ ഡോക്ടറോട് പറഞ്ഞു, ഇതെനിക്ക് പടച്ചോൻ തന്നതാണ്, ഈ കുട്ടിയെ ഞാൻ ഒഴിവാക്കില്ല, പ്രസവിക്കും, ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോണ കുട്ടിയാന്ന് ഞാൻ കരുതിക്കോളാം. ഈ പെണ്ണിന്റെ ആത്മവിശ്വാസം കണ്ട് ഡോക്ടർ പറഞ്ഞു, ശരി, ആസ് യു ലൈക്ക്, പോട്ടെ. പെണ്ണ് 10 മാസം ചുമന്നു, പ്രസവിച്ചു, കുഞ്ഞ് ICUലാണ്. ഉമ്മയുടെ പാല് ഊറ്റിക്കുടിക്കാൻ പോലും കഴിയാത്ത, ഒരു നിലക്കും ആരോഗ്യമില്ലാത്തൊരു കുട്ടി. 4 മാസമാണ് ആ കുട്ടി ICUയിൽ കിടന്നത്. 4 മാസം. അപ്പോഴും ഉമ്മയുടെ പാല് കുടിക്കാൻ കുട്ടിക്ക് കഴിയില്ല. പാല് പിഴിഞ്ഞെടുത്ത് ഡ്രോപ്പർ ഉപയോഗിച്ച് കുട്ടിയുടെ വായിലേക്കൊക്കെ ഉറ്റിച്ചുറ്റിച്ച് ആരോഗ്യം നിലനിർത്തി 4 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യും കാലും ഒക്കെ ഇങ്ങനെ കോടി നിൽക്കുന്ന ഒരു കുട്ടിയാണത്. അങ്ങനെ കോടി നിൽക്കുകയാണ്. എന്തേ അന്ന് ഡോക്ടർ പറഞ്ഞു, വല്ലാതെ ആയുസ് ഉണ്ടാവില്ല, കൊണ്ടുപോയിക്കോളൂ. 2019 ഞാൻ ആ ഉമ്മയെ കാണുമ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആ ഉമ്മ ചെലവാക്കേണ്ടത് 2.5 മണിക്കൂറാണ്. കഴുത്തിന്റെ മസിലുകളൊന്നും ഡെവലപ്പ് ആകാത്തത് കൊണ്ട് ഇറക്കാൻ കഴിയില്ല ഭക്ഷണം. ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് അരിച്ച്, ഒരു അരിപ്പുണ്ട്, ഇത് അതിന് ശ്വാസകോശത്തിലേക്ക് കയറും, എന്നിട്ടൊരു പ്രത്യേക പമ്പ് ഉപയോഗിച്ച് അതിന്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണം. 2.5 മണിക്കൂർ എടുക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ. എന്തൊരു കഷ്ടപ്പാടെന്നൊരു. തനിക്ക് ഭക്ഷണം തരുന്നത് ഉമ്മയാണ് എന്ന് ആ ചെക്കൻ അറിയില്ല. ഉമ്മാനെ നോക്കി ഇന്നേ വരെ ആ ചെക്കൻ ചിരിച്ചിട്ടില്ല. ഉമ്മാനെ നോക്കിയിട്ട് ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ ആ കുട്ടീനെ പോയിട്ട് ഇങ്ങനെ കണ്ടാൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ നീർത്തു പോയ, ഒരു 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ശരീരം മാത്രമുള്ള 19 കയ്യും കാലും അനക്കാൻ പറ്റൂല, മലർന്നു മാത്രം കിടക്കാണ്, കണ്ണിങ്ങനെ മറഞ്ഞു നിൽക്കും. നമ്മൾ പോയിട്ട് ആ കുട്ടീനെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനകത്ത് നമ്മൾ പറഞ്ഞു പോകും, പടച്ചോനെ എന്തിനാ ഈ കുട്ടീനെ ഇങ്ങനെ വെച്ചത്? ഒന്നുമില്ല. ആ കുട്ടി ജനിച്ച ശേഷം ആ ഉമ്മ കല്യാണത്തിന് പോയിട്ടില്ല, സൽക്കാരത്തിന് പോയിട്ടില്ല, മരിച്ചിടത്തോ ജനിച്ചിടത്തോ ടൂറിനോ പുറത്തോ ഒന്നും പോയിട്ടില്ല. കുട്ടി കിടക്കുന്ന 19 കൊല്ലായിട്ട് നല്ല രീതിയിൽ ഒരു ദാമ്പത്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴും ആ കുട്ടിയെ നോക്കണം ഉമ്മ. കണ്ട നമ്മൾ കൊതിച്ചു പോകും, പടച്ചോനെ എന്തിനാ അതിനെങ്ങനെ വെച്ചതെന്ന്.
പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ തോന്നൽ ആ ഉമ്മയോട് പറഞ്ഞു നോക്കുങ്ങൾ. ഈ കുട്ടീനെ എന്തിനാ പഠിച്ചോ ഇങ്ങനെ വെച്ചത്? ആ ഉമ്മ നിങ്ങളോട് ദേഷ്യം പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാ എൻ്റെ കുട്ടീനെ കൊല്ലണത്? എൻ്റെ മോനാ, ഞാൻ നോക്കിക്കോളാം. ഇതാണ് ഉമ്മ. തന്നെ ഉമ്മ എന്ന് വിളിക്കാത്ത, മുഖത്ത് നോക്കാത്ത ഈ കുട്ടിയെ ഈ ഉമ്മ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്നാമത്തെ ഉമ്മയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ ഉമ്മ എന്നെ കാണാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന്. രണ്ടാമത്തെ ഉമ്മ 2021 ഉമ്മ വരുമ്പോ എന്നെ കാണാൻ വന്നതാ. മറ്റേ ഉമ്മയെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടതാ. എന്നെ കാണാൻ വരുമ്പം ആ ഉമ്മന്റെ കൂടെ ഭർത്താവുണ്ട്, മകളുമുണ്ട്. +2 കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ മകൾക്ക് ഒരു ചെറുക്കനുമായിട്ട് പ്രേമം. ഒരു നിലക്കും ഈ പെണ്ണ് പിന്മാറുന്നില്ല. വിവാഹം നടത്തി കൊടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു ബന്ധം. എത്രയൊക്കെ സംസാരിച്ചിട്ടും ആരൊക്കെ സംസാരിച്ചിട്ടും ഈ പെണ്ണ് ഒരു നിമിഷം പോലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല. അപ്പൊ ബാപ്പ കുട്ടിയോട് പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊടി അവന്റെ കൂടെ. അപ്പൊ ഈ കുട്ടി നിവർന്നു പറഞ്ഞു, അങ്ങനെ ഇറങ്ങിയൊന്നും പോവില്ല, എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, അതുകൊണ്ട് ബാപ്പ നടത്തി തന്നാലേ പോവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും ഞാൻ പെട്ടെ. ആ ബാപ്പാക്കും ഉമ്മക്ക് കുട്ടീനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവളങ്ങനെ നിൽക്കാണ്, അവകാശങ്ങളെ കുറിച്ച് ഘോരം പ്രസംഗിച്ചുകൊണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ബാപ്പാനോട്, എന്താ നിങ്ങൾക്ക് കെട്ടിച്ചെന്നാല്? രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? എന്തിനെന്നെ ഉണ്ടാക്കിയെന്നോ? അപ്പോളാ ബാപ്പ ആലോചിച്ചത്, ശരിയാണ്, അവളോട് ചോദിക്കാതെ ഉള്ള ഉണ്ടാക്കിയേ. ഉമ്മാനോട് ചോദിക്കുക, എന്തിനാ എന്നെ പെറ്റത്? ആകെ കുടുങ്ങി ഒരു മകൾ ഒരു രക്ഷിതാക്കൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം, ഭീഷണിയായിട്ട് നിൽക്കണം അല്ലേ? അങ്ങനെ ആരോ പറഞ്ഞു, കൗൺസിലിംഗ് നമുക്ക് ഒന്നുകൂടി കൊടുക്കാം. എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ദൂരെ പാലക്കാട് നിന്ന് രാമനാട്ടിലേക്ക് എത്തണം. വന്നിട്ട് എന്നെ കണ്ട് പ്രതീക്ഷയോടെ അവർ പറഞ്ഞു, സാറൊന്ന് സംസാരിക്കും. 2-2.5 മണിക്കൂർ ഈ കുട്ടിയോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടി ഒരു ഒരു പോയിന്റ് പോലും ബാക്കോട്ട് പോയില്ല. അവൾക്ക് ആ ബന്ധം തന്നെ വേണം, ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് ചെയ്യും നിങ്ങൾ പറയും? ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി. ഞാൻ ആ വാപ്പനെയും വരെ വിളിച്ചപ്പോൾ ഒരിങ്ങനെ പ്രതീക്ഷയിൽ വരിക. ഞാൻ പറഞ്ഞു, നടക്കൂല, ആ കുട്ടി ഒരിത്തിരി പോലും പിറകോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോഴാ വാപ്പനെയും മഞ്ഞും കണ്ണുമൊക്കെ ആകെ എൻ്റെ രൂപമൊക്കെ മാറി. ഞാൻ പറഞ്ഞു ബാപ്പയോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവളിനി പുറത്തേക്ക് വിടണ്ട, വീട്ടിനകത്തിരുന്നോട്ടെ. എന്നിട്ട് കുറച്ച് സ്കൂളിലൊന്നും വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ ചിലപ്പോൾ ചിന്ത മാറിയാലോ. ഈ ബാപ്പ നേരെ പോയി വീട്ടിലേക്ക്. എന്നെ കണ്ട് ഉച്ചക്ക് മുമ്പ് ഇറങ്ങിയ ബാപ്പ മഗ്‌രിബ് കൊടുക്കുമ്പോഴാണ്, മഗ്‌രിബിനാണ് അവിടെ എത്തിയത് നാട്ടില്. വീട്ടിലേക്ക് കയറുമ്പോൾ ബാപ്പ മോളോട് പറഞ്ഞു, മോളെ ഈ പരിസരം വിട്ട് നീ ഇനി പുറത്തേക്ക് പോകരുത്, ഇവിടെ ഉണ്ടാവണം. ഇത് കേട്ടതും ഈ കുട്ടി കയ്യിലുള്ള സാധനമൊക്കെ കുടഞ്ഞെറിഞ്ഞ് ഒരൊറ്റ പോക്ക മുകളിലത്തെ റൂമിലേക്ക്. അത് അവളുടെ റൂമാ. അവിടെ ചെന്ന് വാതിലിട്ടപ്പേ എന്നടച്ച് കുറ്റിയിട്ട് ഈ കുട്ടി അതിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണം, ഉമ്മ ബാപ്പ ഈ വാതിലിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് മുട്ടി നോക്കുക പോലും ചെയ്തില്ല. നേരം വെളുക്കണ വരെ കുട്ടി വാതിൽ തുറന്നില്ല. നേരം വെളുത്തപ്പോ ഈ ഉമ്മ മനസ്സിൽ ആഗ്രഹിച്ച എന്താണെന്നറിയോ? പടച്ചോനെ എങ്ങനെയെങ്കിലും ആ പണ്ടാരം കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. 2 ഉമ്മാരെ ഞാൻ പേർക്ക് കാണിച്ചത്. 2 ഉമ്മാരെ, ഒരാവതുമില്ലാതെ ചിരിക്കാൻ പോലും കഴിയാത്തൊരു കുട്ടി എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ഇനി നിങ്ങളാ പറയേണ്ടത്, ഇതിലേതുമ്മയാണ് ശരിക്ക് കഷ്ടപ്പെട്ട ഉമ്മ? ഏതുമ്മയാ? ഒന്നാമത്തെ ഉമ്മയാണ്, രണ്ടാമത്തെ ഉമ്മയാണ്? രണ്ടാമത്തെ ഉമ്മ അല്ലേ? ഒന്നാമത്തെ ഉമ്മക്ക് എന്താ കഷ്ടപ്പാട്? ഭക്ഷണം കൊടുത്താൽ മതി, അവിടെ കിടന്നോളൂ.
ഇനി നമ്മളെ കുട്ടീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, എന്ത് പ്രശ്നവും പരിഹരിക്കാം, അല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് ക്യാൻസറാണ്, നിങ്ങൾ പേടിക്കണ്ട, ചികിത്സയുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നിങ്ങൾ പേടിക്കണ്ട, ചികിത്സയുണ്ട്. നിങ്ങളുടെ കുട്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും, പ്രേമിച്ചു പ്രശ്നമാക്കണ്ട, പരിഹാരമുണ്ട്. പക്ഷെ കുട്ടി നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് ഒരു രക്ഷിതാവ്, കരാട്ടയാണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ്, യുദ്ധത്തിന് പോയിട്ടുണ്ട്, പട്ടാളക്കാരനാണ്, ഒരായുധവും അവിടെ നടക്കൂല. കുട്ടി നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ നമ്മൾ അങ്ങനെ നിൽക്കും. പടച്ചോനെ എന്താ ചെയ്യാന്നറിയാതെ എത്ര കുട്ടികളാണ് രക്ഷിതാക്കൾക്കെതിരെ തിരിഞ്ഞു നിൽക്കണമെന്ന് ആലോചിച്ച് നോക്ക്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് അറിയും? എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് മക്കളെ വളർത്തൽ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ അറിയണം. എത്ര പ്രാധാന്യമുള്ളതാണ് മക്കളെ വളർത്തൽ എന്ന്. പ്രസവിക്കുക എന്നതല്ല മഹത്വം, പോറ്റുക എന്നതാണ്. അതിൻ്റെ പേരാണ് രക്ഷാകർതൃത്വം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മക്കളെ പോറ്റുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കളുടെ അവസ്ഥ എന്ത് ഉണ്ടോ? നിങ്ങളൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിന് വന്നപ്പോഴും മക്കൾ എവിടെയുള്ളത്? എവിടെയുള്ളത്? ഫ്ലാറ്റിലാണ്, അല്ലെ? കയ്യിൽ എന്താ ഉള്ളത്? മൊബൈലാണ്. വീട്ടിലെന്താ ഉള്ളത്? വൈഫൈ ആണ്, അല്ലേ? എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞ മാതിരിയല്ല, ഇവിടെ ഒന്നും നടക്കൂല, അല്ലേ? നടക്കൂല. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും അതുകൊണ്ട് തന്നെ ഗൾഫിലാണ്. ഈ 400 സ്ക്വയർ ഫീറ്റിലെ ചെറിയ ഏരിയയിൽ ഈ കുട്ടിനെട്ട് പോറ്റാണ്. അവന് കിട്ടേണ്ടതെല്ലാം കിട്ടുകയാണ്. ആ കുട്ടീൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായ പാപ്പിമ്മയാവുകയാണ്. ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാം, പക്ഷേ അവസാനം മനുഷ്യനൊരു സമാധാനം കിട്ടേ. ഇത് കിട്ടുമോ? കിട്ടുമോ? ആരാണ് ഒരു ബാപ്പ ഉമ്മ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആരാ ബാപ്പ ഉമ്മ? മനുഷ്യൻ എന്ന ജീവിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യന്. മനുഷ്യൻ മാത്രമേ ചിരിക്കൂ, മനുഷ്യൻ മാത്രമേ സംസാരിക്കൂ, മനുഷ്യന് മാത്രമേ ലജ്ജയുള്ളൂ, മനുഷ്യന് മാത്രമേ ആത്മാഭിമാനമുള്ളൂ. മനുഷ്യന്റെ പ്രത്യേകത എങ്ങനെ എണ്ണിയോക്ക്, ഇഷ്ടംപോലെ. ഒരു പ്രത്യേകത കൂടിയുണ്ട് മനുഷ്യന്. എന്താന്നറിയോ? എന്താന്നറിയോ? എന്താ? ഒരു കോഴി, ആ കോഴിക്ക് മുട്ട അടവെച്ച് കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് വിരിയും? എത്ര ദിവസം കൊണ്ട് വിരിയും? എത്ര ദിവസം കൊണ്ട് വിരിയും? പറയൂ. 21 മറന്നിട്ടില്ലേ? ശരി, 21 ദിവസം കൊണ്ട് വിരിയും. എന്നിട്ട് കോഴിക്കുഞ്ഞ് പുറത്ത് വരും. എന്നിട്ട് ആ കോഴിത്തള്ള ആ കുട്ടികളെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കും. കാക്കക്കും പരുന്തിനും പൂച്ചക്കും കൊടുക്കാതെ ആ കോഴി കുഞ്ഞുങ്ങളെ വളർത്തും, ചെക്കിപ്പെറുക്കി കൊടുക്കും. എത്ര കാലം പോറ്റും ആ കുഞ്ഞിന്? 1 കൊല്ലം പോറ്റുമോ? 1 കൊല്ലം? എത്ര മാസം പോറ്റും? 4 മാസം, 6 മാസം കഴിഞ്ഞാലോ കൊത്തിയാട്ടും. പൂച്ച പ്രസവിക്കുമ്പോൾ പൂച്ചക്ക് കണ്ണുണ്ടാവും? ഉണ്ടാവോ? ഇല്ല, കണ്ണില്ല. ആ പൂച്ചക്കുട്ടിയെ കാടൻ പൂച്ച കൊണ്ടുപോവാതെ, നായ പിടിച്ചു പോവാതെ ആ പൂച്ച ഇങ്ങനെ കൊണ്ടുവരുന്ന് പോറ്റും. എന്നിട്ട് ആ പൂച്ചക്കുട്ടി സ്വന്തമായി ഭക്ഷണം കഴിക്കാനും രക്ഷപ്പെടാനും ഒക്കെ പഠിച്ചു തോന്നുമ്പോൾ പൂച്ച എന്താ ചെയ്യുക? അതിനെ ടച്ച് പോകും, അല്ലേ? പൂച്ച എത്ര മാസം കുട്ടീനെ പോറ്റും? പശു, ആട്, ഒട്ടകം, ഇവിടെ ഒട്ടകത്തിലുള്ള കണ്ടിട്ടുണ്ടാവും, അല്ലേ? എത്ര മാസം കുട്ടികളെ പോറ്റും? നിങ്ങൾ ആലോചിച്ചാൽ മതി. വീട്ടിൽ പോയിട്ട് സമയത്തുണ്ടാണ്, അല്ലേ? നിങ്ങൾ എത്ര കൊല്ലായി കുട്ടികളെ പോറ്റിന്? 18 വയസ്സുള്ള കുട്ടീൻ്റെ വാപ്പല്ലേ ഇതില്? 18 കൊല്ലായി പോറ്റിന്. എപ്പോഴാ തീരുക? തീരുവോ? എപ്പോഴാ തീരുക? 18 വയസ്സായി കഴിഞ്ഞൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ഈ കുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞു ഒഴിവാക്കണേ, അടുത്ത കുട്ടി വരട്ടെ, ഉണ്ടോ?
30 വയസ്സുള്ള കുട്ടീൻ്റെ ഉമ്മ ഉണ്ടതില്ലേ, ബാപ്പ ഉണ്ടതില്ലേ, തീർന്നോ? അപ്പൊ ഇവിടെ ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ ജോലി നോക്കി മക്കളെങ്ങനെ പോറ്റുമ്പോ മനസ്സിൽ ചിന്തിക്കണം, പഠിച്ചോനെ കുട്ടികളെ പോറ്റൽ ജീവിതകാലം മുഴുവൻ പോറ്റും. ആര്? മനുഷ്യൻ. മറ്റു ജീവി ഇങ്ങനല്ല. ഇപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ജീവിതകാലം മുഴുവൻ കുട്ടികളെ പോറ്റുന്ന ജീവിയാണ്. ഇനി ജീവിതകാലം കഴിഞ്ഞാലോ അവിടെ തീരുവോ? അവിടെ തീരുവോ? അവിടെ തീർന്ന രക്ഷപ്പെട്ടിനി തീരുവോ? ഇതാ മാത്തൽ ഇൻസാന ഇൻകത്താബലു ഇല്ലാ ഇൻസാൻ അസ്വതക്കത്തുൽ ജാരിയ വഇൽമുൻ യുൻതഫി ബിഹി വലദുൻ സ്വാലിഹുൻ യദഉ ലഹു. റസൂൽ എണ്ണി. മരിച്ചാൽ എല്ലാം നിന്നു പോകും. എല്ലാം 3 ബാക്കിയാകും. സദഖത്തുൽ ജാരിയ, ഉപകാരപ്രദമാകുന്ന അറിവ്. 3 വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. മരിച്ചിട്ടത്. അപ്പൊ മരിച്ചു കഴിഞ്ഞാലും മക്കളെ പോറ്റൽ കഴിഞ്ഞു. ഖബറിൽ കിടക്കുമ്പോഴും പോറ്റിക്കൊണ്ട് ഖബർച്ചോനെ പ്രാർത്ഥിക്കണം. അപ്പൊ എപ്പോഴാ തീരുക? അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പൊ ഏതാ? രാവിലെ 7:30 ഓഫീസാ. സുബൈക്ക് എണീച്ച് പിന്നെ ഒരു കിടന്ന് എണീറ്റ് പും പോയി അല്ലേ? ഇവിടുന്ന് നിങ്ങൾക്കൊരു 2000 ദിർഹം തരുന്നുണ്ടെങ്കിൽ അറബി 4000ന്റെ പണിയെടുപ്പിക്കും കമ്പനി. അതൊക്കെ എടുത്ത് വന്ന് ക്ഷീണിച്ചൊറ്റ ഉറക്കാം. പിന്നെ വെള്ളിയാഴ്ചയാണ്, അന്ന് റെസ്റ്റ് അല്ലേ? എന്നിട്ട് ജീവിതം ഇങ്ങനെ പോകും. 2021, 22, 23, 24 മക്കളിങ്ങനെ കെടുത്താവും. എന്നിട്ട് അവസാനം 40-ാമത്തെ 50-ാമത്തെ വയസ്സിൽ വലിയ ടെൻഷൻ. ഇതൊന്നും ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി ഈ മക്കളാണ്. ഇവരെ കൃത്യമായി വളർത്തി കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. മക്കളുടെ സൈക്കോളജി എന്താ? ഒരുപാട് സമയമില്ല, ഞാൻ വളരെ ചുരുക്കണം. എന്താ? മക്കൾ വളരെ സിമ്പിളാണ്. കണ്ടത്, കേട്ടത്, ചെയ്തത് 3 കാര്യം കുട്ടി ചെയ്യുക. കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. മറക്കൂലല്ലോ? മറക്കും. എന്തൊക്കെയാ പറഞ്ഞു? കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. ഇതാ കുട്ടി. അപ്പോ ഹുസൈൻ സലഫിന്റെ ഖുതുബ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കലുണ്ടോ കുട്ടീനെ? എന്താ? പെരിന്തൽമണ്ണയിൽ ആരിസ് ബിൻ സലീമിന്റെ ഖുതുബ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കലുണ്ടോ കുട്ടീനെ? ഉണ്ട്. കേട്ടത് മറക്കും, കണ്ടത് എന്താ കുട്ടി? സലഫിനെ പിന്നെ ഇതാ സാധനം. ഇതിങ്ങനെ തുറന്ന് വലിയ സാധനമായി ഒരു വിറ്റി തുറത്തില്ലേ? അതാ കാണുന്നത്. കുട്ടീന്റെ മനസ്സിൽ കേട്ടതാണോ കണ്ടതാണോ ഉണ്ടാവുക? നിങ്ങൾ പറയും, എന്താ ഉണ്ടാവുക? കണ്ടത്. അതോ വിഷം, കാളകൂട വിഷം. പണ്ട് 2.5 മണിക്കൂറിന്റെ ഒരു സിനിമ കാണണം. 2.5 മണിക്കൂർ ഇരുന്നൊരു സിനിമ കാണണം, എന്നാലേ കേട്ടിട്ടുള്ളൂ. ഇപ്പോ 10 സെക്കൻഡാണ് ഷോർട്സ്, റീൽസ്. വിഷത്തിന്റെ തുള്ളിയാണ്. ഒരു ഷോർട്സ്, ഒരു 10 സെക്കൻഡ്, 1, 2, 10 കഴിഞ്ഞ് അല്ലേ? അടുത്ത ഷോട്ട്. ക്ഷമല്യവർക്ക് എന്താ ഈ ഷോർട്സിലെ കുട്ടി കണ്ടത്? എന്താ കണ്ണ്? 8ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച് മക്കനെ ഇട്ട് താടി വെച്ച വാപ്പാന്റെ കൂടെ ജീവിച്ച് പർദ്ദയിട്ട ഉമ്മാന്റെ കൂടെ ജീവിച്ച് ഒരു അമുസ്ലിം ചെറുക്കനെ പ്രേമിച്ച പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്നിരുന്ന് ചോദിക്കാണ്, എന്താ കുഴപ്പം? അപ്പൊ ആർക്കാ കുഴപ്പം? ചോദിച്ചെനിക്കാ കുഴപ്പം, അല്ലെങ്കിൽ കുട്ടിക്കാണോ കുഴപ്പം, പോറ്റിങ്ങൾക്കാണോ കുഴപ്പം? കുട്ടീൻ്റെ മനസ്സിലേക്ക് ഇത് കയറിയില്ല. എന്തുകൊണ്ടാ? കേട്ടത് മറക്കും. കുട്ടി ഇങ്ങളല്ല, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യിച്ചണോ? എന്താ ചെയ്യിച്ചണോ? ഇതിങ്ങനെ കേൾപ്പിച്ചിട്ട് നന്നാവും നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? അങ്ങനത്തെ ഒരു സൈക്കോളജി കുട്ടിക്കില്ല. എന്നാൽ
അമിതമായി കേൾപ്പിച്ചാലോ കുട്ടി അടക്കാവും. അമിതമായി തിന്നാൻ കൊടുത്താലോ കുട്ടി അടക്കാവും. രണ്ട് സാധനം ഗൾഫിലെ പാരൻസിന് കൂടുതലാണ്. ഒന്ന് തിന്നാൻ കൊടുക്കല്, രണ്ട് ഉപദേശം കൊടുക്കല്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് പൊണ്ണത്തടി, രണ്ട് ഇതിൽ കേൾക്കുമ്പോ എന്നെ നിർത്തി സ്റ്റോപ്പ് തുടങ്ങി. തടി കുറയ്ക്കാന് എക്സസൈസ് ചെയ്താൽ മതി. മറ്റേന്ത് ചെയ്യും? പാപ്പനെ കാണുമ്പോൾ തന്നെ ആ ഉപദേശി വരുന്നു. നാട്ടിലൊരു പാപ്പനെ എനിക്കറിയാം. അയാള് എല്ലാ ആഴ്ചയും ഒഴിവ് കിട്ടുമ്പോൾ മക്കളോട് പറയും, എല്ലാവരും മാറ്റിക്കോളി, ബീച്ചിൽ പോവാ. കുട്ടികളൊക്കെ മാറ്റി ഇറങ്ങും. ഇയാൾ കാറിൽ കയറ്റും. കാറ് 30-40 സ്പീഡിലാണ് ഓടിക്കുക. അയാള് കേറി ഡോറടിച്ച ഉടൻ തന്നെ ഇയാൾ എന്താ ചെയ്യാന്നറിയോ? എന്താ ചെയ്യാ? ഹാരിസ് ബിൻ സുലൈമിന്റെ ഖുത്ബ കാറിലാണ് കിട്ടിട്ടു. എന്നിട്ട് പതുക്കെ വണ്ടി ഓടിക്കും. മെല്ലെ എല്ലാവർക്കും സൈഡ് കൊടുക്കും. എന്തിനാ ഇയാളിത് കാറിലിട്ടത്? കുട്ടികൾ കാറിന്ന് ചാടൂല. അപ്പൊ ഇവരിത് കേൾക്കും. കേട്ടല്ലേ പറ്റുള്ളൂ. ബീച്ചിൽ പോവല്ലേ, ബീച്ചിൽ പോവുക. എന്നിട്ട് ആ ഖുത്ബ അരമണിക്കൂർ 40 മിനിറ്റിന്റെ ഖുത്ബ കഴിയുമ്പോഴേക്ക് അയാൾ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങിക്കോളി. ഇറങ്ങി തിരിച്ചു പോരേക്ക് പോകുമ്പോ ഷാർജയിലെ ഹുസൈൻ സൽഫിന്റെ ഖുത്ബ. ഇയാളെ കാഴ്ചപ്പാടിൽ 2 ഖുത്ബ കുട്ടികൾ കേട്ട് കാറുന്ന് അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടി നന്നാവോ മോശമാവോ? നിങ്ങൾ പറയും. ഇയാളുടെ കാഴ്ചപ്പാട് എന്താ? കേട്ടാ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടാ മതി അല്ലേ? കേട്ട് കുട്ടി നന്നാവില്ല. എന്താണോ കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. കുട്ടി ഫുള്ള് മൊബൈലിലല്ലേ അല്ലേ? ഇനി ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയ, കേട്ടത് കണ്ടതോ എന്താ കുട്ടി കാണുന്നത്? പാപ്പ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് കുട്ടീനെ വിട്ടേക്കാം, നമുക്ക് പാപ്പാന്റെ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഇരട്ടക്കെട്ട്. എത്ര ഫോൺ നിങ്ങളെടുത്ത്? ഒന്ന് കമ്പനി, രണ്ടാമത്തോ പേഴ്സണൽ. ഇത് രണ്ടും കൂടി നോക്കി തീരണ്ടേ? കമ്പനിയിൽ നിന്ന് നോക്കിയാൽ വിവരം അറിയും. പണിയെടുക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിയാൽ മോന്തൊക്കെ കിട്ടും നിങ്ങൾക്ക്. പിറ്റേത്തെ ദിവസം വേറെ ആളെ കൊണ്ടുവരും അല്ലേ മുതലാളി? അതുകൊണ്ട് കമ്പനിയിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ നല്ല കുട്ടിയാ. അപ്പൊ ഈ ഫേസ്ബുക്ക് നോക്കണ്ടേ, വാട്സപ്പ്, എന്തൊക്കെ കളി എവിടെ എത്തി ഞങ്ങൾ വിചാരിച്ചു. ട്രോള് വായിക്കണ്ടേ? എന്നിട്ട് ഈ ഫോണും കയ്യിൽ പിടിച്ചിട്ട് ഈ ബാപ്പ വന്നിട്ട് പറയാണ്, മോനെ കം ഹിയർ കം. വിളിക്കുന്നതന്നെ ഇതുകൊണ്ടാണ്, വേറൊന്ന് കീശയിലുണ്ട്. പിന്നെ ഫോൺ ഉപയോഗിക്കരുത് കേട്ടോ. ചെക്കനിങ്ങനെ നോക്ക, എന്ത് ഫോണേ ഉപയോഗിക്കരുത്. ചെക്കനുണ്ട്, എന്താ ചെയ്യ? ഇവിടെയാണ് ഗൾഫ് പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കണ്ടോ? നാട്ടിലാണെങ്കിലോ വല്ല മാവിന്റെ ചോട്ടിലോ ഒക്കെ പോയിരുന്ന് മെല്ലെ തോണ്ടിയിരുന്നു. അതാവും പറ്റൂല, മാവില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും പോയിരുന്ന അവിടുന്ന് ഉത്തരം പറഞ്ഞിരുന്നു, ആരാണ് എന്താണെന്ന് ചോദിക്കും അല്ലേ? അപ്പൊ നമ്മളെ കുട്ടി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടതാണ് കുട്ടി ഓർക്കുക എന്നും ചെയ്താലാണ് കുട്ടി പഠിക്കുക എന്നും മനസ്സിലാക്കുന്നിടത്താണ് പാരന്റിങ് ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ച് ഗൾഫില്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ചെറിയൊരു ഉദാഹരണം. നാട്ടില് ഒരു ഗൾഫുകാരന്റെ ബാപ്പ, ഗൾഫുകാരൻ നിങ്ങൾക്ക് അറിയാലോ, 3 കൊല്ലത്തിന് ഗൾഫിൽ വന്ന് പെങ്ങളെ കെട്ടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആള് 42ാമത്തെ കൊല്ലാ പോവാ വിടുന്നു അല്ലേ ഗൾഫ് അല്ലേ? ഭാര്യയോട് പറഞ്ഞത്, ഞാനൊന്ന് പെങ്ങളെ കെട്ടിക്കാൻ കുറച്ചൊരു ബോധ്യത ഉണ്ട്, 3 കൊല്ലം ഞാൻ ദുബായിൽ നിന്നിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടോ. അവൻ പോവാ വിടുന്നു 42ാമത്തെ കൊല്ല. ഇവിടെ കഴിഞ്ഞിട്ട് 62 വയസ്സായിട്ട് ചുക്കിച്ചൊടുങ്ങി. ഇതാണല്ലോ ഗൾഫ് അല്ലേ? എങ്ങനെ കൂട്ടിയാലും നാട്ടിൽ 1 ഉറുപ്പ്യാണ്, ഇവിടുത്തെ 1 ദിർഹമോ 20ആണ്. ഇപ്പൊ എവിടെ നിങ്ങൾ നിൽക്കുക? പോവാൻ കഴിയില്ല, ഇവിടെ പെട്ടുപോകും അല്ലേ? അങ്ങനെ
ഗൾഫിൽ പെട്ടുപോയൊരു മനുഷ്യൻ, സൗദി അറേബ്യയിലാണ്. അയാൾ അവിടെ പെട്ടുപോയി. കുറെ കാലമായിട്ട് നിർത്തണം എന്നിങ്ങനെ വിചാരിക്കും. ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്, നിർത്താൻ കഴിയില്ല. പുതിയ അസൈൻമെന്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫോണ് വരുന്നത്. ബാപ്പ സുബൈക്ക് പള്ളി പോകാൻ ഇറങ്ങിയപ്പോ ഒന്ന് വീണു എന്ന്. വീണത് സ്ട്രോക്ക് വന്നിട്ടാണ്. ബാപ്പ സ്ട്രോക്ക് വന്ന് വീണുപോയി, ആസ്പത്രിയിലാണ്. ഇയാൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആസ്പത്രിക്കാർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, സ്ട്രോക്ക് വന്നതാണ്, ചികിത്സ ഉണ്ട്. ബാപ്പനെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, ചികിത്സ ഒക്കെ കൊടുത്തു. ബാപ്പ ഓക്കെ ആയി. പക്ഷെ തിരിച്ചു വീട്ടിലെത്തിയത് ഒരു വശം ഇത്തിരി ഒന്ന് പാരലൈസ് ആയിട്ടാണ്, കുഴഞ്ഞിട്ടാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. കാലിന് ഒരു വലിച്ചിലുണ്ട്, നടക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്, കൈ അങ്ങനെ ഉപയോഗിക്കാൻ വയ്യ. അതോടുകൂടി ബാപ്പന്റെ സുബൈപ്പോക്ക് നിന്നു. ബാപ്പ വീട്ടിലായി. കിടപ്പൊന്നുമില്ല, എണീക്കും, ഇരിക്കും, ബാത്റൂമിലേക്ക് ചുമര് പിടിച്ചു പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാപ്പ സുബൈക്ക് പള്ളി പോകാൻ, വെള്ളിയാഴ്ച പള്ളി പോകാൻ ബാപ്പക്ക് വയ്യ. ഈ ബാപ്പ കിടപ്പിലായി എന്നറിഞ്ഞപ്പോ സൗദിയിലുള്ള ഈ ബിസിനസ്സുകാരൻ തന്റെ ബിസിനസ് അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇങ്ങനെ അയാള് ബിസിനസ്സൊക്കെ പലരെയും ഏൽപ്പിച്ച് കുറെയൊക്കെ സെറ്റിൽ ചെയ്ത് അയാൾ തിരിച്ച് നാട്ടിൽ വരണം. ബാപ്പ കിടക്കണം. ഇയാൾ ബാപ്പാനൊക്കെ കണ്ട് റൂമിലൊക്കെ പോയി കിടന്നുറങ്ങി, ക്ഷീണം മാറ്റി. പിറ്റേ ദിവസം രാവിലെ സുബൈക്ക് എണീച്ചു. സുബൈന്റെ മുമ്പ് എണീറ്റിട്ട് പല്ല് തേച്ച് ഒന്നു എടുത്ത് ആദ്യം ചെന്നത് മക്കളെ വിളിക്കാനാണ്. 2 ആൺകുട്ടികളുടെ മൂപ്പർക്ക്, വലിയ കുട്ടികളൊന്നുമല്ല, അത് 14 പിന്നെ 12 വയസ്സൊക്കെ പ്രായമുള്ള ആ പ്രായത്തിൽ 2 ആൺകുട്ടികൾ. ഈ 2 ആൺകുട്ടികളെ റൂമിൽ ചെന്ന് വിളിച്ചോണ്ട് എണീക്കതാ പള്ളി പോകുമ്പോൾ വാപ്പ വന്നിന്. കുട്ടികളും ആവേശത്തിൽ എണീറ്റ് ബ്രഷ് ചെയ്ത് ഒതുവെടുത്ത് 2 മക്കളുടെയും കയ്യും പിടിച്ചിട്ട് ഈ ബാപ്പ ഇറങ്ങാണ് കോണി. നേരെ ചെന്നത് എങ്ങോട്ടാ അറിയോ? അയാളുടെ ബാപ്പാന്റെ റൂമൊക്ക. ബാപ്പ ഉറക്കില്ല രാത്രി, വയസ്സന്മാരൊന്നും ഉറങ്ങൂല. ഈ ഉറക്കില്ലാത്ത ബാപ്പ രാവിലെ എണീറ്റ് ഇരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. സുബൈ ബാങ്ക് കൊടുക്കുന്നതും കാത്ത്. ബാങ്ക് കൊടുത്തപ്പോൾ ബാപ്പ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇനി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ബാപ്പാന്റെ മോൻ ഓടി വന്നത്. എന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ പോവാ. ബാപ്പ ചോദിച്ചു, എങ്ങോട്ട്? സുബൈക്ക് പള്ളിക്ക്. മോനെ ഞാനിവിടെ തളർന്ന് കിടക്കില്ലേ? അപ്പോഴാണ് മോൻ പറഞ്ഞത്, എന്ത് ബാപ്പ? പിടിക്കിന്റെ കൈ. ബാപ്പാന്റെ തളർന്ന ഇടതുവശത്തിന് പകരം ആ ചെക്കൻ ബാപ്പാന്റെ മോന് വലത്ത് കൈയാണ് നീട്ടിക്കൊടുത്തു. പിടിച്ചു ബാപ്പ. ബാപ്പ ഇങ്ങനെ പിടിച്ചപ്പോണ്ടല്ലോ ബാപ്പക്കൊരു ഊർജം വന്നു പോയി. അപ്പൻ്റെ ശരീരത്തില് ഒരൊറ്റ എണീക്കല. എന്നിട്ട് ബാപ്പ പറഞ്ഞു, നടക്കുക. ഈ കയ്യും പിടിച്ച് ആ ബാപ്പ മോന്റെ കൂടെ നിൽക്കുക. നേരെ കൊണ്ടുവന്ന് കാറിൽ കയറ്റി, സീറ്റിലിരുത്തി, മക്കളെയും കയറ്റി. കാറ് പോയി സുബൈക്ക് പള്ളിക്ക്. അവിടെ പോയി ബാപ്പാന്റെ കൈ ഇങ്ങനെ കൊടുക്കും. വയസ്സന്മാരെ ശ്രദ്ധിക്കണം, വയസ്സന്മാരെ അങ്ങോട്ട് പിടിക്കരുത്, ഓരെ കൊണ്ട് ഇങ്ങോട്ട് പിടിപ്പിക്കണം. വയസ്സന്മാരെ നോക്കി പരിചയം ഉണ്ടാവില്ലല്ലേ, അങ്ങോട്ട് പിടിക്കും. ഓരെങ്ങനെ പിടിച്ചാൽ അവർക്ക് വേദനിക്കും. അവരോട് പറഞ്ഞാൽ കൈ പിടിക്കും. ബാപ്പ ഇയാളെ കയ്യും പിടിച്ച് പള്ളിയിൽ വന്നു, കസേരട്ടിയിരുന്നു, നിസ്കരിച്ചു, പുറത്തിറങ്ങിയിട്ട് ഇയാള് ബാപ്പാനെ ഇന്റർലോക്കിന്റെ അവിടെ ഇങ്ങനെ നിർത്തും. ബാപ്പക്ക് നിൽക്കാൻ പ്രശ്നമില്ല, മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വലിച്ചിലാണ്. അവിടെ നിർത്തിയിട്ട് ഈ ബാപ്പാന്റെ മോൻ എന്താ ചെയ്യാന്നറിയോ? ഈ ബാപ്പാന്റെ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് ശരിയാക്കി ബാപ്പാന്റെ കാലിൽ വെച്ചു. ബാപ്പ എന്നിട്ട് കൈ പിന്നെയും പിടിക്കും. ബാപ്പ അവന്റെ കയ്യും പിടിച്ച് ചെരുപ്പിടും. എന്നിട്ട് അവന്റെ കൂടെ നടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. എന്താ കാഴ്ച എന്നറിയോ? ബാപ്പ പള്ളിയിൽ നിന്ന് ഇറങ്ങി, ബാപ്പാന്റെ മോന് ബാപ്പാന്റെ ചെരുപ്പെടുത്ത് ശരിയാക്കി ബാപ്പാന്റെ കാലിൻ്റെ അടിയിൽ വെച്ച് ഇയാൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച, ഇയാൾ 12 വയസ്സുള്ള മോന് അവന്റെ ബാപ്പാന്റെ ചെരുപ്പെടുത്ത് ഓടി വരും. എന്തൊരു നല്ല കാഴ്ച നോക്ക്. എന്നിട്ടോ അവന്റെ ബാപ്പാന്റെ കാലിലെടുത്ത് ശരിയാക്കി അവർക്ക് ബാപ്പട്ടോ എന്ന് പറയും. ഇപ്പൊ എങ്ങനെയാ ഈ കുട്ടി പഠിച്ചത്? ഹാരിസ് ഇബ്നു സലീമിന്റെ ഖുതുബ കേട്ടിട്ടാ ആണോ? ഞാൻ കുത്തുബ കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടോ. ഇയാള് വന്ന് കുത്തുബ കേൾപ്പിക്കണ്ട അറിഞ്ഞ് അറിയരുത് കേട്ടോ. അതൊക്കെ നിങ്ങൾ കേൾക്കണം. കുട്ടി കേട്ടോട്ടെ, പക്ഷെ കേട്ടിട്ടാണോ കുട്ടി നന്നായത്? കുട്ടി എങ്ങനെ പഠിച്ചത്? വാപ്പാൻ എങ്ങനെയാ നോക്ക്. ഇങ്ങനെയാ വാപ്പ കുട്ടിക്ക്
ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെന്താ കാണിച്ചു കൊടുത്തു? കാണിച്ചു കൊടുത്ത് എങ്ങനെ തോണ്ടാമോ? എങ്ങനെ കാണിച്ചു കൊടുത്ത്? കണ്ടോ നിങ്ങള്? ഇതാണ് പാരന്റിങ്. ഇവിടെയാ കുട്ടി നന്നാവുക. അവിടെയാണ് നമ്മൾ വലിയ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതും എന്ന് ഓർമ്മ വേണം.